ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത് അധ്യായത്തില് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യര് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ അബ്ബായി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമുണ്ട്. ദൈവം നമുക്ക് പിതാവായിട്ട് മാറും. ഈ പിതാവിന്റെ പ്രത്യേകതയുണ്ട്. ചോദിക്കും മുമ്പ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവ്. എന്തിനും ഏതിനും വഴക്ക് പറയുന്ന ഒരു പിതാവല്ല. തെറ്റിപ്പോയ മക്കളെ കാത്തുകൊണ്ട് തിബിരിയാസിന്റെ കടൽക്കരയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പിതാവുണ്ട്. വിളിക്കുന്നു, പ്രഭാതത്തിൽ വന്ന മക്കളെ. അവര് നഗ്നരൊക്കെയാണ്, അവർക്കൊന്നും കിട്ടിയില്ല. എങ്കിലും അവരോട് ചോദിക്കുക, കുഞ്ഞുങ്ങളെ നിങ്ങൾ വല്ലതും കഴിച്ചു? ഇങ്ങനെ ചോദിക്കുന്ന ഒരു അബ്ബായുണ്ട്. ആ അബ്ബായുടെ പേര് അവർ ഹെവൻലി അബ്ബ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ ഒരു പിതാവ് നമുക്കുണ്ടെന്നുള്ള ആ വലിയ ബോധ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് തന്നെയാ ആ സാധു മനുഷ്യൻ പാടുന്നു, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാഗ്രവാനും വിധവയ്ക്ക് കാന്തനും സാധുവിനപ്പും. ക്രിസ്തുവിലൂടെ ഈ ദൈവം നമുക്ക് പിതാവായി മാറും. ഇങ്ങനെ നല്ലൊരു അബ്ബ, സ്വർഗസ്ഥനായ അബ്ബ. ആ അബ്ബായുടെ മക്കളാകാൻ ഒറ്റ വഴി, അബ്ബായെ എന്നെ അങ്ങയുടെ മകനാക്കി മാറ്റണം. ഒരു ലളിതമായ ഒരു പ്രാർത്ഥന. ഞാൻ പാപിയ, എന്നെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വൈതലാക്കി മാറ്റണമേ. പ്രാർത്ഥിക്കാം. അങ്ങനെ ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നല്ല ഒരു അബ്ബയായി മാറും. ആ അബ്ബായുടെ മക്കളാകണ്ടേ, അതിനെ നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ അബ്ബായി.